കോൺഗ്രസ് പാർട്ടിയോടും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരോടും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. ആ നിർദ്ദേശം വളരെ കൃത്യമായിട്ട് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഒക്കെ വലിയ രീതിയിൽ ഒരു മടിയുള്ള അല്ലെങ്കിൽ തുറന്നു പറയാൻ എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം. ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, രാജ്യത്ത് നടക്കുന്ന അനീതികൾ, എസ്പെഷ്യലി മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ നടക്കുന്ന അനീതികൾ, അക്രമങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അനീതിയായിട്ട്, അവർക്കെതിരെ നടക്കുന്ന ക്രൂരതയായിട്ട്, അവർക്കെതിരെ നടക്കുന്ന അക്രമമായിട്ട് അത് മുസ്ലിങ്ങൾക്കെതിരെ എന്നുള്ളത് തന്നെ അഭിസംബോധന ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം അല്ലെങ്കിൽ അവരോടുള്ള അനീതി, അവരുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം എന്നൊക്കെയുള്ള രീതികളിൽ പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നതാണ് പതിവ്. എന്നാൽ അതങ്ങനെ വേണ്ട. മുസ്ലിങ്ങൾക്കെതിരെ അക്രമം നടന്നാൽ അത് മുസ്ലിങ്ങൾക്കെതിരെ അക്രമം നടന്നു എന്ന് തന്നെ പറയണം. ദലിതർക്കെതിരെ അക്രമം നടന്നാൽ അത് ദലിതർക്കെതിരെ ആക്രമണം നടന്നു എന്ന് തന്നെ പറയണം. ഇനി അത് മറ്റാർക്കെങ്കിലും എതിരെ നടന്നാൽ അത് അവർക്കെതിരെ നടന്നു. ഈ ഒരു കോമൺ വേർഡ്, ന്യൂനപക്ഷം എന്നുള്ള ആ ഒരു കോമൺ വേർഡ് ഉപയോഗിക്കേണ്ട. ആർക്കെതിരെയാണോ അക്രമം നടക്കുന്നത് അവർക്കെതിരെ അക്രമം നടന്നു എന്ന് വളരെ കൃത്യമായി സ്പഷ്ടമായി പ്രതിപാദിക്കണം, അത് സംസാരിക്കണം, ശബ്ദമുയർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ തന്നെ ന്യൂനപക്ഷ കോൺഗ്രസിൽ നടന്ന ഒരു യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായ നിലപാട് അല്ലേ? ഇവൻ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലുമുള്ള ചില ആളുകൾക്ക് പോലും പറയാനൊരു ഒരു മടിയാണ്, എന്തോ ഒരു ആശങ്കയാണ്. ചില കാര്യങ്ങൾ അങ്ങോട്ട് തുറന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ്. ഇത് ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളോട് അവർക്ക് അനുകൂല നിലപാടുണ്ടായിട്ടോ ഒന്നല്ല. പക്ഷേ ഇതിങ്ങനെ തുറന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് കിട്ടുന്ന വോട്ട് കുറയോ എന്നുള്ള ഒരു ഭയം. അത് വേണ്ട, തുറന്ന് പറയണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട്, കോൺഗ്രസിൻ്റെ വിവിധ പാർട്ടികളോട് ഒക്കെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ കൃത്യമായ നിലപാട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ആ മനുഷ്യന് ഒറ്റക്കങ്ങനെ കടന്ന് പോരാടുക, എല്ലാ അർത്ഥത്തിലും ആ മനുഷ്യൻ ആ മനുഷ്യനെ മുന്നിൽ നിന്ന് നയിക്കുന്നു, ആ മനുഷ്യൻ ഒറ്റക്ക് പോരാടുന്നു. അധികാരമില്ല, പണമില്ല, ഒന്നുമില്ല, സ്വാധീനങ്ങൾ പോലുമില്ല. എന്നിട്ടും ആ മനുഷ്യന് ഒരു പ്രതിഫലവും തിരിച്ച് പ്രതീക്ഷിക്കാതെ അങ്ങനെ കിടന്ന് പോരാടുകയാണ്. രാജ്യം കണ്ട നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇയാൾ തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഒറ്റ പ്രശ്നമേ ആ മനുഷ്യനുള്ളൂ. ആ മനുഷ്യന് കുബുദ്ധിയില്ല, കുതന്ത്രങ്ങൾ ആ മനുഷ്യൻ്റെ നിഘണ്ടുവിലില്ല. ആ മനുഷ്യൻ്റെ നിഘണ്ടുവിൽ കുരുട്ട് ബുദ്ധിയില്ല. അയാൾ എല്ലാ കാര്യങ്ങളെയും നേരെ സീതാ നേർക്ക് നേരെ നിന്ന് നേരിടുക എന്നുള്ളത് മാത്രമേ ആ മനുഷ്യൻ്റെ നിഘണ്ടുവിലുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരന് അതല്ല വേണ്ടത്. ശരിക്കും ഒരു രാഷ്ട്രീയക്കാരന് ഇന്ത്യ പോലുള്ള രാജ്യത്ത് വേണ്ടത് കുതന്ത്രങ്ങളാണ്, കുരുട്ടുബുദ്ധിയാണ്, ഇതൊക്കെയാണ് വേണ്ടത്. പകരം ഈ നേരായ വഴിയിലൂടെ പോയത് കൊണ്ട് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നുള്ള ബോധ്യം കൂടി വേണം. ഒരുപക്ഷെ അത് അയാളുടെ ആത്മാർത്ഥതയായിരിക്കാം. ആ മനുഷ്യൻ, എൻ്റെ ലക്ഷ്യം മാത്രമല്ല എൻ്റെ മാർഗം കൂടി, അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ലക്ഷ്യം നന്നായാൽ മതി, മാർഗം എന്താണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേൾക്കില്ലേ? അങ്ങനെയല്ല, ലക്ഷ്യവും മാർഗവും നന്നായിരിക്കണം, അത് നേരെയായിരിക്കണമെന്ന് ആ മനുഷ്യന് ഒരു വാശിയുള്ളതുപോലെ അല്ലേ? ഒരുപക്ഷെ ഒരു പരാജയപ്പെട്ട നേതാവായിട്ട് അയാളെ ചിലപ്പോൾ കാലം അങ്ങനെ രേഖപ്പെടുത്തിയായിരിക്കാം. ഇല്ല, അത് സംഭവിക്കുമോ? അത് സംഭവിക്കില്ല. എല്ലാത്തിനും ഒരു കാലചക്രമില്ലേ? ആ മനുഷ്യനും ഒരു നാൾ
ആ മനുഷ്യൻ്റെ നിഘണ്ടുവിലും അയാളുടെ ജീവിതത്തിലും ഒരു നാൾ അയാൾക്കുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ, അതിപ്പോൾ മുസ്ലിങ്ങളായാലും ക്രൈസ്തവരായാലും ദലിതരായാലും ആരൊക്കെ ആയാലും നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ, അവരുടെ വസ്ത്രത്തിൻ്റെ പേരിൽ, അവരുടെ ഭക്ഷണത്തിൻ്റെ പേരിൽ, അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ, അങ്ങനെ പല രീതിയിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മുസ്ലിമിന് നേരെ ഒരു അക്രമം നടന്നാൽ അത് മുസ്ലിമിന് നേരെ നടന്ന അക്രമം എന്ന് തന്നെ അഭിസംബോധന ചെയ്യണം. ക്രൈസ്തവന് നേരെ ഒരു അക്രമം നടന്നാൽ അത് ക്രൈസ്തവനെതിരെ നടന്ന അക്രമം എന്ന് തന്നെ അഭിസംബോധന ചെയ്യണം. ഒരു ദലിതനെതിരെ ഒരു അക്രമം നടന്നാൽ ഒരു ദലിതനെതിരെ നടന്ന അക്രമം എന്ന് തന്നെ അതിനെ അഭിസംബോധനം ചെയ്യണമെന്ന് ആ മനുഷ്യൻ ആർജവത്തോട് ഇങ്ങനെ കൂടി പറയാ. എവിടെയൊക്കെയോ അത് നടക്കുന്നില്ല, അത് ചെയ്യുന്നില്ല. ഇതിനെയൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു കോമൺ വേർഡ് ഉപയോഗിച്ച് ന്യൂനപക്ഷം, മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒന്ന് ലഘൂകരിച്ച് അവിടെയും ഇവിടെയും തൊടാതെയൊക്കെയുള്ള സംസാരം അത് വേണ്ട എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരോട് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകും ഇതൊന്നും പറയാൻ ചിലപ്പോൾ പറ്റില്ല, ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് അധികാരത്തിലേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ അയാളുടെ മനസ്സിൽ അല്ലെങ്കിൽ അയാളുടെ ആരെങ്കിലും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ആ മനുഷ്യൻ പറയാണ് അത് പോരാ, ന്യൂനപക്ഷമെന്ന് പറഞ്ഞാൽ പോരാ, മുസ്ലിം എന്ന് പറയണം, ദളിതനെന്ന് പറയണം, ക്രൈസ്തവനെന്ന് പറയണം. ആർക്കെതിരെയാണോ അക്രമം നടക്കുന്നത് അവനെതിരെ അക്രമം നടന്നു എന്ന് തന്നെ പറയണം. ന്യൂനപക്ഷമെന്ന് പറഞ്ഞ് ഒരു ലഘൂകരിക്കുന്ന ഏർപ്പാട് വേണ്ട എന്ന മനുഷ്യൻ കൃത്യമായിട്ട് നിർദ്ദേശം നൽകുകയാണ്. ആർക്ക് കഴിയും ഇങ്ങനെ? അയാളുടെ കൂടെ കോർപ്പറേറ്റുകളില്ല, അയാളുടെ കയ്യിൽ അധികാരമില്ല. ആ മനുഷ്യൻ തന്നെ പോരാട്ടങ്ങൾ നയിക്കുന്നത് വലിയ പോരാട്ടങ്ങൾ. ആ മനുഷ്യൻ തന്നെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. പല കേസുകളിൽ കുടുക്കി, പല പരാതികൾ നൽകി ആ മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഇല്ലാതാക്കുവാൻ ശ്രമം നടത്തുക. എന്നിട്ടും പരാജയപ്പെട്ട് പിന്മാറാൻ ആ മനുഷ്യൻ തയ്യാറല്ല. ആ മനുഷ്യൻ അവസാന ശ്വാസം വരെ പോരാടുമെന്നുള്ള അടിയുറച്ച തീരുമാനത്തിൽ ആ മനുഷ്യൻ ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞ ഒരു യാത്രയാണ് ആ മനുഷ്യൻ നടത്തിയ ഭാരത് ജോഡോ യാത്ര. അതുപോലെ മറ്റൊരു യാത്ര ഈ രാജ്യത്ത് നടന്നിട്ടില്ല. ആ മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി നടത്തിയ പോരാട്ടം വളരെ കൃത്യമായിട്ട് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കപ്പെട്ടു എന്ന് തെളിവുകളടക്കം ആ മനുഷ്യൻ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയാ. ഒരു മനുഷ്യനും നടത്തിയിട്ടില്ല, ഒരു മനുഷ്യനും ധൈര്യപ്പെട്ടിട്ടില്ല അതിനു വേണ്ടിയിട്ട്. ആ മനുഷ്യന് എന്തുകൊണ്ട് ഇങ്ങനെ വേട്ടയാടപ്പെടുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പോലും ആ മനുഷ്യനെ ഇറക്കി പുറത്തു വിട്ടു. ആ മനുഷ്യൻ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചില്ല. ആ മനുഷ്യൻ പോരാട്ടങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. പല കേസുകളിൽ അധിക്ഷേപിച്ചു, ആക്ഷേപിച്ചു, RSSനെ പറഞ്ഞു, ഇവനെ പറഞ്ഞു, അവനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ, അല്ലേ? എന്നിട്ടും ആ മനുഷ്യൻ തളർന്നില്ല, ആരുടെ മുമ്പിലും മുട്ടുമടക്കിയില്ല. അയാൾ ഒറ്റക്കങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ അയാൾ പറയാണ് തൻ്റെ പാർട്ടിയിലെ നേതാക്കളോട്, ആർക്കും മടി വേണ്ട, ആശങ്ക വേണ്ട, പറയേണ്ടത് പറയണം. മുസ്ലിമെന്ന് പറയണം, ക്രൈസ്തവനെന്ന് പറയണം, ദളിതനെന്ന് പറയണം. ന്യൂനപക്ഷമെന്നുള്ള ആ ഒരു കോമൺ ആ ലഘൂകരണം വേണ്ട. തുറന്ന് പറയേണ്ടതിനെ തുറന്ന് പറയുക തന്നെ വേണമെന്ന് ആ മനുഷ്യൻ തൻ്റെ പാർട്ടിയിലുള്ള ആളുകളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം കൃത്യമായ ഒരു നിലപാടാ മനുഷ്യൻ്റെത്. രാജ്യത്ത് ന്യൂനപക്ഷത്തിൽപ്പെടുന്ന മുസ്ലിമാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ദളിതനാണെങ്കിലും നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അതേ രീതിയിൽ ഈ മനുഷ്യനെയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയും സംഘപരിവാർ വേട്ടയാടിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ആ മനുഷ്യന് ഒരു ഭയവുമില്ല. അയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അയാൾ വളരെ കൃത്യമായ നിലപാടുകളുമായി രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.
അല്ലേ? ആ മനുഷ്യൻ്റെ കൂടെ ഈ രാജ്യം നിൽക്കുന്ന ഒരു ദിവസം വരുമെന്നുള്ള പ്രതീക്ഷയിൽ വരാതിരിക്കുമോ? വരാതിരിക്കില്ല, അത് സംഭവിച്ചിരിക്കുമെന്നുള്ളത് തന്നെയാണ്.